ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് സെയിലാണ് കാണിക്കുന്ന ഡിസ്കൗണ്ട് സെയിലിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ പീസ് അത്രേ ഉണ്ടാവും. അത്രയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നത്. പിന്നെ കുറച്ച് ഇപ്പോൾ മാസം ജൂലൈ അപ്പോൾ 1-2 മാസം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളതിൽ ഓരോ പീസസുകൾ ചേർത്താണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ ഇടുന്നത്. ഈ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിട്ടും ബാലൻസ് 1-2 ചിലരൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പോകുന്ന 1-2 ആകുമ്പോഴാണ് നമ്മളത് ക്ലിയറൻസ് സെയിലിലേക്ക് ഇടുന്നത്. അപ്പോൾ ക്ലിയറൻസ് സെയിലിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറേ പേർക്ക് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റി ഇല്ല. നമ്മൾ വീഡിയോയിൽ എപ്പോഴും പറയും ആ കാണിക്കുന്ന ആ ഒരു പീസോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സൈസും കൂടിയൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ടിന് താഴത്തേക്ക് അത് കുറയ്ക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും, അത്രമാത്രം. എന്നാലും ഒരുപാട് ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ എടുക്കാൻ. പിന്നെ ഡിസ്കൗണ്ട് സെയിൽ, ക്ലിയറൻസ് സെയിൽ പോലുള്ള വീഡിയോകളുടെ സമയത്ത് നിങ്ങൾ ആരും നമ്മുടെ ഫോണിലേക്ക് വിളിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെ എൻക്വയറീസും നമ്മൾ നോക്കും. അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ ഒരു കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ആ ചാറ്റിന് റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പായിരിക്കും നിങ്ങളുടെ കോള് വരുന്നുണ്ടെങ്കിൽ ആ തുറന്നു വെച്ച ചാറ്റ് കട്ടായി പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിങ്ങളോട് സംസാരിച്ചത് കഴിയുമ്പോൾ ആരുടെ ചാറ്റായിരുന്നു, നമ്പറുകളൊക്കെ ആയിരിക്കും. ആരുടെ ചാറ്റായിരുന്നു നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരുടെ കോൾസും നമ്മൾ എടുക്കില്ല. ഇത് എല്ലാവർക്കും ഉള്ള റിപ്ലൈ നമ്മൾ ആദ്യം വന്ന് മുറക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ പ്രൊഡക്റ്റുകൾക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി മനസ്സിൽ ഒന്ന് ഓർത്തേക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം. ആദ്യം നമ്മൾ റേഞ്ച് വൈസ് ആണ് തുടങ്ങുന്നത്. ഈ 250 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. അപ്പോൾ 250-ൽ കാണിക്കുന്നത് നമ്മുടെ ജീൻസിൻ്റെ ടോപ്പുകളാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ്ടോ, ഇത് വരുന്നത് നല്ല രസമുള്ളൊരു വൈറ്റ് ടോപ്പാണ്. ക്രോപ്പ് ടോപ്പ് പോലെ ഇരിക്കും. അത്ര ക്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ക്രോപ്പ് ടോപ്പ് പോലെ ഇരിക്കും. സ്മോൾ മീഡിയം സൈസുകാർക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ സൈസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. ആ സൈസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 250-യുടെ കളക്ഷൻസാണ് കാണിക്കണം. പ്യുവർ വൈറ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം വീഡിയോ കാണിച്ച സമയത്ത് ഒരു സ്കേർട്ടും കൂടി പെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ 2 സെപ്പറേറ്റാണ് കാണിക്കുന്നത്. കാരണം ഇതിൻ്റെ എണ്ണം തന്നെ ആയിരിക്കില്ല അത് ബാലൻസ് വരുന്നത്. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. 2 സെപ്പറേറ്റ് തന്നെയാണ് സാധനം. ഇത് നല്ല മെറ്റീരിയലാണ്. ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ്, നല്ല രസമുള്ളൊരു ഹക്കോബ പാറ്റേൺ പോലെ. എക്സാക്റ്റ് ഹക്കോബ അല്ല, പക്ഷേ ഓട്ടയല്ല. അത് കണ്ട കട്ട് വർക്കൊന്നും പോലെയല്ല, ഒരു സ്റ്റൈലാണ്. അങ്ങനെ സാധാരണ വീഡിയോയുടെ മാതിരി ലെങ്ത് എടുത്താൽ കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാവും, പറഞ്ഞു വരുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാവും. ഇത് ഒരു റെഡ് കളറാണ്. ഭയങ്കര റെഡ് ചില്ലി എന്ന് പറയാൻ പറ്റില്ല, അത്ര ഉദിച്ച കളറല്ല, എന്നാലും ഓൾമോസ്റ്റ്. പക്ഷേ മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഒരു ക്രോപ്പ് ടോപ്പ് മോഡൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇത് വരുന്നത് ബ്ലാക്കാണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് സ്മൈൽ എന്നാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ, എല്ലാം നല്ല മെറ്റീരിയലാണ്. ഇമ്പോർട്ടഡ് ക്ലോത്താണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് തന്നെയാണ്, പ്ലെയിൻ ആണ് ബ്ലാക്ക്. അതിൻ്റെ കളർ ഷെയ്ഡ് ഇത്രയും കളർ ഷെയ്ഡ്സ് ആ പാറ്റേൺ. പിന്നെ ഇങ്ങനെ വരും. ഇതിൻ്റെ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. അത്ര കംഫർട്ടായിട്ടുള്ള കട്ടിയുള്ള ടൈപ്പാണ്. നമ്മൾ ഈ 250-ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് മാത്രമാണ്, ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് അല്ല. അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ദ റിയൽ എന്നാണ് എഴുതിയേക്കുന്നത്. പുറകിൽ ഇതെങ്ങനെ വരും കേട്ടോ. ഇത് XXL സൈസസിലാണ് വരുന്നത്. അത്യാവശ്യം XL XXLകാർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇച്ചിരി ലൂസ് ടൈപ്പിൽ ടീഷർട്ട് ഇടുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വരുന്നത് അത്യാവശ്യം ഇറക്കമുള്ള ടൈപ്പാണ് കേട്ടോ. സെയിം കളർ ചേഞ്ച്.
അപ്പോൾ ഇത് 250യുടെ കളക്ഷൻ, അടുത്ത 350 ആണ്. അടുത്ത കാണിക്കുന്നത് 350യുടെ കളക്ഷനാണ്. 350 കേട്ടോ. ഇത് നമ്മുടെ ഒരു സീക്വൻസ് വർക്കാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു ഐറ്റമാണ്. അടിപൊളിയാണ് കേട്ടോ അതിട്ടാൽ കാണാനായിട്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് വേസ്റ്റ് ഇങ്ങനെ ചുരുങ്ങി വരുന്ന ടൈപ്പാണ് താഴത്തേക്ക് ഇങ്ങനെ വരും. മീഡിയം, സ്മോൾ മീഡിയം അവർക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അത്യാവശ്യം കട്ടി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. അടുത്തത് ഷർട്ടാണ്. ബ്ലാക്കിൽ മെറൂണും വൈറ്റും കൂടി വരുന്ന ചെക്ക് പാറ്റേൺ ഷർട്ടാണ് കേട്ടോ വരുന്നത്. ഫുൾ സ്ലീവ് പോലെ. അതിൻ്റെ കളർ ചേഞ്ച്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു എളുപ്പത്തിനാണ് നമ്മൾ കുറച്ച് നേരം അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഷർട്ടിനൊന്നും പറയാനുമില്ല. പിന്നെ ഡിസ്കൗണ്ട് സെയിലിൽ പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കഥകളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഐറ്റമാണ്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള ടൈപ്പാണ്. XXL 3XLകാർക്കൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഒരു കൈൻഡ് ഓഫ് ജോർജറ്റിൽ തന്നെ ക്രഷ്ഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഇമ്പോർട്ടഡ് ക്ലോത്താണ്, സൂപ്പർ മെറ്റീരിയലാണ്. എല്ലാത്തിൻ്റെയും അത് ഈ പറഞ്ഞ ടീഷർട്ടുകൾ, ജീൻസിൻ്റെ കൂടെ വേറെ എല്ലാതും അങ്ങനെ ഒരു ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്ന ഐറ്റംസാണ് നമ്മൾ എടുക്കാറ്. അതൊരു പീച്ച് പോലത്തെ ഷെയ്ഡാണ്. അതിൻ്റെ ലാവണ്ടർ ടോൺ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത്. കാരണം ഇച്ചിരി ഹെവിയാണ് സാധനം. ഒരു ലാവണ്ടർ ടോൺ കേട്ടോ. അതിൻ്റെ തന്നെ ഒരു അടുത്ത കളർ. ഇത് നമുക്കൊരു ക്രീം ബേസ് എന്ന് പറയാം. പീച്ച്, ലാവണ്ടർ, ഒരു ക്രീം കേട്ടോ. നല്ല കളക്ഷൻസാണ്. ഇത് XXL എന്നാണ് ഇതും, അല്ല XL എന്നാണ് എഴുതിയേക്കണേ കേട്ടോ. XL എന്ന് പറഞ്ഞാലും ഒരു XXLകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെന്ന് തോന്നുന്നു. കാരണം അത്ര സൈസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഇത്തിരി ഒരു ഓവർ സൈസ്ഡ് പോലെ കിടക്കുന്ന, പിന്നെ നമ്മൾ ഇടുന്ന ബോഡി സ്ട്രക്ചറിനനുസരിച്ച് ഷേപ്പ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് ഞാൻ ആ സ്കേർട്ട് പറഞ്ഞത്. നേരത്തെ ഏറ്റവും ഫസ്റ്റ് വൈറ്റ് കാണിച്ചില്ലേ, അതിൻ്റെ ഒരു പാറ്റേൺ പോലത്തെ വരുന്നത്. ഇതൊരു പാനൽ കട്ട് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇച്ചിരി ബോഡി ഷേപ്പിലേക്ക് കിടന്നിട്ട് പിന്നെ താഴത്തേക്ക് ഇങ്ങനെ വിരിവ് പോലെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. ഇവിടെ ഒരു പാനൽ പോലെയാണ് അടിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോഡി സ്ട്രക്ചർ ഇവിടെ ഇച്ചിരി ഇങ്ങനെ ടൈറ്റ് പോലെ വന്നിട്ട് പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ഒരു വിരിവ് പോലെ വരുന്നതാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ. 350. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ വൈറ്റ് പോൾക്ക ഡോട്ട്സ് ആണ്. ഒരു മീഡിയം സൈസിൽ വരുന്ന പോൾക്ക ഡോട്ട്സ് ആണ്. നോർമൽ സ്കേർട്ട് പോലെയല്ല, ഇവിടെ ഇങ്ങനെ ഫിറ്റായിട്ട് താഴത്തേക്ക് വിരിവ് വരുന്ന പോലെയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഐറ്റമാണ്. അടുത്തത് ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമ്മുടെ എന്ത് മെറ്റീരിയലാണ്, റയോണാണ്. റിങ്കിൾ റയോണാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഒരു സിൽവറിൻ്റെ ഒരു ലൈൻസ് പോയിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. ഞാനതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ടീഷർട്ടിൻ്റെ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് പീച്ചും ഒരു ക്രീം ബേസ്ഡ് പോലെ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് പീച്ച്, അങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തേക്കാളും കുറച്ചും കൂടി ഇറക്കം പുറകിലേക്ക് കിട്ടും. ഒരു ഹൈലോ പോലെ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാറ്റേൺ. ഇതെല്ലാം 350യുടെ കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഗ്രീൻ ടോൺ നല്ല കളറാണ് കേട്ടോ. രണ്ടും നല്ല രസമുള്ളൊരു കളർ ടോണാണ്. ഇപ്പോഴും ഡബിൾ ഷെയ്ഡൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് വരുന്നത് ഒരു സ്മോക്കി ടൈപ്പ് പോലത്തെയാണ്.
ഇവിടെ ഒരു ഇച്ചിരി ഭാഗം സ്മോക്കി വർക്ക് പോലെയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരും. ഇങ്ങനൊരു ക്രീമിൽ ഇങ്ങനൊരു ഫ്ലോറൽ ഡിസൈനാണ് പോയിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ എല്ലാം 350 കളക്ഷൻസാണ് കാണിക്കുന്നത്. അടുത്തത് ഒരു ഷർട്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് വൈറ്റ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് അല്ല. ഇങ്ങനെ കേട്ടോ, ഇങ്ങനത്തെ ഒരു ചെക്ക് പാറ്റേൺ ആണ്. സൈസ് ഇവിടെ എല്ലാം മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതൊരു നമ്മളെന്താ പറയുക, ഇതെങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിങ്ങനെ പോഞ്ചോ പോലെ പൊന്തി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്ലീവ് ഇങ്ങനെ വരും. പുറകിലത്തത് ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ പോഞ്ചോ ആ ഒരു ടൈപ്പില്ലേ, അങ്ങനെ വരുന്ന ടൈപ്പാണ്. നല്ല ഒരു ഐറ്റമാണ്. മെറ്റീരിയൽ വൈസ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. സ്ലീവ് ഇതാ ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് സ്ലീവിന് ഇത്തിരി ഇറക്കം കൂടുതൽ തോന്നുകയാണെങ്കിൽ ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം അതൊരു ഒരു ടൈപ്പ് സ്ട്രക്ചറിൽ വരുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് ഈ ഒരു ഐറ്റം. ഇതൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളക്ഷൻസിലുള്ളതാണ്. ഇതൊക്കെ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് XXL എന്നാണ് എഴുതിയാണ്, 46 ആണ് കേട്ടോ. ഇത് നോർമൽ നമ്മുടെ XXLൻ്റെ സൈസല്ല, കറക്റ്റ് 46 തന്നെയാണ് വരുന്നത്. ഇവിടെ ഇത് ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വീനെക്ക് പോലെ വന്നിട്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തുള്ള ടൈപ്പ് തന്നെയാണ്, ജീൻസിന് ഇടാൻ പറ്റുന്ന ടോപ്പ് തന്നെയാണ്. ഇതെല്ലാം 350 കളക്ഷൻസിൽ വരുന്നതാണ്. അതേപോലെ ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊരു വീണ്ടും ഒരു 1-2 പീസും കൂടി ഉണ്ട് ഇതിൻ്റെ ബാലൻസ്. നമ്മളിതൊന്ന് ബൾക്ക് ക്വാണ്ടിറ്റിക്ക് എടുത്ത കളക്ഷനാണ്. അതിൽ 1-2 പീസും കൂടി ഉണ്ട്. ഇത് സാധാരണ നമ്മുടെ ടോപ്പാണ് കേട്ടോ, ഫുൾ ലെങ്ത്ത് വരുന്ന ടോപ്പാണ്. കാന്ത വർക്കിൽ പോയിട്ട് വരുന്നതാണ്. 350 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ കാന്ത ലൈൻസ് പോയിട്ടുള്ളതാണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് 350-ൽ വരുന്നത്. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് പ്രൈസ് റേഞ്ച് വരുന്നത് 499-ൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഇത് ഹക്കോബയിൽ ഇവിടെ ഉണ്ട്, സ്ലീവ് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു ട്യൂണിക് ടോപ്പാണ്. നമുക്കൊരു നീ ലെങ്ത്ത് വരെ, മുട്ടിൻ്റെ അവിടം വരെ ലെങ്ത്ത് വരുന്ന ടൈപ്പ് ഒരു ഫ്രോക്ക് പോലെ 3 ടയർ ആയിട്ടാണ് വരുന്നത്. വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഇലാസ്റ്റിക് പോലെ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് കിടന്നോളൂ കേട്ടോ. അതിൽ ലാർജാണ് സൈസ് കൊടുത്തേക്കുന്നത്. മീഡിയംകാർക്കും ലാർജുകാർക്കും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. നല്ല കോട്ടൺ ഹക്കോബയിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ വരും. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എൻ്റെ 2-3 കളർ ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ പീസ് ഈ ഒരൊറ്റ കളറിൽ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ ടോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ടീനേജേഴ്സുകാർക്കൊക്കെ ആണെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. നീ ലെങ്ത്ത് വരുന്നതാണ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പലാസേൻ്റെ കൂടെ എങ്ങനെയൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് എങ്ങനെയാണ് വെയർ ചെയ്യാൻ പറ്റുന്നത് ആ രീതിക്ക് വെയർ ചെയ്യാം. വീനെക്കാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് കിടന്നോളും, ഷേപ്പ് ആക്കേണ്ടതൊന്നും കാര്യമില്ല. മീഡിയം ലാർജ് ഇത്രയും സൈസുകാർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് 499. ഇവിടുന്ന് കാണിക്കുന്ന എല്ലാ കളക്ഷൻസും 499 റേഞ്ചിൻ്റെയാണ് കേട്ടോ. ഇതും വരുന്നത് ഒരു സ്മോക്കി വർക്കാണ്. ഇതെല്ലാം നമുക്ക് നേരത്തെ കാണിച്ചതും ഇതെല്ലാം സറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതെല്ലാം സർപ്ലസ് ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇതും ഒരു സ്മോക്കി വർക്കാണ്. സ്മോൾ മീഡിയം സൈസുകാർക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇത്രയും ഭാഗം സ്മോക്കി വർക്കാണ്. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്ലീവാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വള്ളിയുണ്ട് പുറകിലേക്ക് കെട്ടാൻ കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും.
ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലെങ്ത്ത് ഒരു 45 ലെങ്ത്തിൽ വരുന്ന റൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും പിള്ളേർക്കൊക്കെ ഇത് കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ ഇടാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രെൻഡി ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നത് സ്മോൾ മീഡിയം കേട്ടോ. ഈ 2 സൈസുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്മോക്കി വർക്കിൽ വരുന്നതാണ്. അടുത്തത് ഒരു കോഡ് സെറ്റാണ്. നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നതിൽ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കോഡ് സെറ്റാണിത്. കുറച്ച് ട്രെൻഡി ആയിട്ടുള്ളതാണ്. ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലിനനാണ് കേട്ടോ. ഭയങ്കര സൂപ്പർ മെറ്റീരിയലാണ്. ഇങ്ങനെ വരും, ലിനൻ ടൈപ്പാണ്, വൈറ്റാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഓവർ സൈസ്ഡ് പോലെ കിടക്കുന്നതാണ് കേട്ടോ. ഇതിൽ 44 സൈസ് മെൻഷൻ ചെയ്തേക്കണത്. അതൊരു നമ്മൾ ഒരു ഓവർ സൈസ്ഡ് ഷേപ്പിലൊക്കെ കിടക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ചെറിയ സൈസുകാർക്കും ഇടാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഇതിൻ്റെ ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. ഒരു ട്രൗസർ ഷേപ്പിൽ വരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ടൈപ്പിൽ പോലെ വരുന്നതാണ്. ഇതും സെയിം മെറ്റീരിയലാണ് കേട്ടോ. 2 സൈഡും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര പ്രീമിയം ഐറ്റം ആണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് കംഫർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അല്ല നമുക്ക് കുറച്ച് ട്രെൻഡി ആയിട്ട് ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഉള്ളവർക്ക് കംഫർട്ടായിട്ടും സ്റ്റാൻഡേർഡും ആയിട്ടാണ് ലിനനാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 കളറിൻ്റെയും ഓരോ പീസസ് അവൈലബിൾ ആണ് കേട്ടോ. റയോൺ ആണ് മെറ്റീരിയൽ, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം റയോൺ മെറ്റീരിയലാണ്. നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 2 സൈഡിലേക്കും ചെറിയ ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലേക്ക്. എന്നിട്ട് അത് കെട്ടാൻ പാകത്തിന് ഇതുപോലെ ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 3/4 സ്ലീവാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. റയോണിൻ്റെ ഇച്ചിരി പ്രീമിയം റയോണാണ് വരുന്നത്. കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ കേട്ടോ. ലൈൻ സ്ട്രക്ചറിൽ വരും. അടുത്തത് അതിൻ്റെ തന്നെ സെയിം മെറൂണാണ്. പക്ഷേ അതിൻ്റെ നെക്ക് പാറ്റേൺ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇതിൽ മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലേക്കും ഇങ്ങനെ തന്നെ ചെറിയ ഫ്ലീറ്റ്സ് ഇവിടെ ഫ്രണ്ട് പോർഷനിലില്ല. 2 സൈഡിലേക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 499 മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നല്ല പ്രീമിയത്തിൽ വരുന്ന കളക്ഷൻസാണ്. ഇങ്ങനെ ഓരോ പീസസ് ആകുമ്പോഴാണ് നമ്മൾ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നതുകൊണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു എൻക്വയറിയാണ്. ഇനി ഒരു ക്ലിയറൻസ് സെയിൽ, ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇട്ട് ഇനി എന്നാ ഡിസ്കൗണ്ട് സെയിൽ, ഒന്ന് ഒരെണ്ണം കൂടി ഇടുമോ, അടുത്തത് എത്രയും പെട്ടെന്ന് വരുമോ എന്നുള്ള ചോദ്യം. അപ്പം നമുക്കൊരു പീസായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വീണ്ടും ഇടാൻ പറ്റില്ലാത്തതുകൊണ്ടും എല്ലാവർക്കും ഒരു ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് കേട്ടോ. അടുത്തത് സൈസ് മീഡിയം ആണ് കേട്ടോ. ഹെവി വർക്കുള്ള ഇത് ഷുഗർ ബീഡ്സാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ വരും, 2 സൈഡിലേക്കും പ്രിൻസസ് കട്ടിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് പാച്ച് വർക്ക് കോട്ടനാണ്. ബാക്കി ബ്ലാക്ക് വരുന്നതെല്ലാം ജോർജറ്റ് മെറ്റീരിയലാണ്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ അഡ്ജിലും ഇതേമാതിരി പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ. പുറകു സൈഡ് ഇതാ ഇങ്ങനെ വരും. മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫീഡിങ് ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫീഡിങ്ങിൻ്റെ കൂടെ ഫീഡിങ് അല്ലാത്ത ഒരു ഐറ്റം കയറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അത് ഫീഡിങ് അല്ല എന്നുള്ളൊരിത് കണ്ടത്. പിന്നെ അതങ്ങനെ നമ്മളന്ന് വീഡിയോ ഇട്ടില്ല എന്നേ ഉള്ളൂ. നല്ല സുഖമാണ് ഇത്, ഭയങ്കര കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഡെലിവറിക്ക് മുമ്പേ നമ്മൾ മെറ്റേണിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ മോൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കക്കൊക്കെ ചെയ്ത കാരണം പിന്നെ ഞാൻ അങ്ങനെ അത് പുറത്തേക്ക് ഇടാറില്ല. പക്ഷെ ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അത്ര കംഫർട്ട്, നല്ല സുഖമാണ് ഈ മെറ്റീരിയൽ. ജോർജറ്റാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കിടിലം പ്രൊഡക്റ്റാണ്. 499 ആണ് പ്രൈസ് വരുന്നത്. നല്ലൊരു കളറും നല്ല പ്രിൻറ്റുമാണ് കേട്ടോ. കാണാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്നത് ഫീഡിങ് ആണ് കേട്ടോ.
ഫീഡിങ്ങിൻ്റെ ആണ് കാണിക്കുന്ന എല്ലാതും. 2 സൈഡിൽ ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഫീഡിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല രസമുള്ള മെറ്റീരിയലും എൻ്റെ ഇവിടുത്തെ ഒരു പാറ്റേണൊക്കെ നല്ല രസമാണ്. 499 ആണ് പ്രൈസ് വരുന്നത്. പുറകു സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫീഡിങ് ആണ് ഇത് വരുന്നത്. ഫീഡിങ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം 499 ആണ്. ഇത് ഫീഡിങ്ങുകാർക്ക് തന്നെ എടുത്തോളണം എന്നില്ല, നിങ്ങൾക്ക് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫീഡിങ്ങിൻ്റെ സിബൊന്നും അങ്ങനെ കാണുമെന്നില്ല. നിങ്ങൾക്കിത് ഇഷ്ടമാവാണ്, ഫീഡിങ് അല്ലാത്തവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് പ്രിൻസസ് കട്ട്ലാണ് വരുന്നത്. നല്ലൊരു കോട്ടൺ മിക്സാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല യെല്ലോ അല്ല ഒരു ബ്ലാക്ക് പ്രിൻ്റാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്, ഡോറീസ് കൊടുത്തിട്ടുണ്ട്. പുറകു സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു മഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇത് കാണിക്കുന്നതും ഫീഡിങ് ആണ്. ഇത് നല്ല രസമുള്ളൊരു ത്രെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കമ്പി പോലെയാണ് ഇരിക്കുന്നത്. ത്രെഡ് തന്നെയാണ്, പക്ഷെ വേറൊരു നമ്മുടെ സാധാരണ നൂലല്ല, ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് ഗോൾഡനും സിൽവറും കൂടിയുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. സോറി, ചുമ വരുന്നു. 2 സൈഡിലേക്കും സിബ് കൊടുത്തിട്ടുണ്ട്, ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിങ്ങനെ കവർ ചെയ്താൽ കാണില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫീഡിങ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നോർമൽകാർക്കും യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള ആയിട്ടാണ്. സ്ലീവ് ഇതെങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ വരും. ഓക്കെ, നല്ല ഭംഗിയുള്ള റേറ്റാണ് കേട്ടോ. ഇത് വരുന്നത് കോട്ടൺ ആണ്. ഇതും ഫീഡിങ് ആണ്. ഹിഡൻ സിബ് ഉണ്ട്. നല്ലൊരു അജ്രക്കിൻ്റെ പ്രിൻ്റാണ്. കാന്താ വർക്കിൽ പോയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിനും 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകു സൈഡ് ഇങ്ങനെ വരും. എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ മഞ്ഞ കാണിച്ചില്ലേ, അതിൻ്റെ ആ സെയിമിൽ വരുന്ന മഞ്ഞയിൽ ബ്ലാക്ക്, ഇതിൽ വൈറ്റിൽ ഇങ്ങനെ ഒരു പ്രിൻ്റാണ്. പ്രിൻസസ് കട്ടാണ് വരുന്നത്. ഫീഡിങ് ആണ്. ഇവിടെ ചെറുതായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. പുറകു സൈഡ് ഇങ്ങനെ വരും. നല്ല രസമുള്ള മെറ്റീരിയൽ, നല്ല രസമുള്ള ഒരു പ്രിൻ്റുമാണ് കേട്ടോ. അടുത്തത് അതിൻ്റെ പിങ്ക് ഷെയ്ഡാണ്. നേരത്തെ കാണിച്ച മഞ്ഞയുടെ പോലത്തെ തന്നെ ലീഫിൻ്റെ ഒരു പ്രിൻ്റാണ്. പ്രിൻസസ് കട്ട ഒരു പിങ്കിഷ് പീച്ച് എന്ന് പറയാം. എക്സാക്റ്റ് പിങ്ക് അല്ല, ആ ഒരു ടോൺ. നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ പോലെ ഇടുമ്പോൾ ഫീഡിങ് കാര്യം കൂടി പരിഗണിക്കണമല്ലോ. അവർക്കും ആ ഒരു ഫീഡിങ് ഈ ഓപ്ഷൻസിൽ എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ബഡ്ജറ്റ് റേറ്റിൽ ഒരുങ്ങിയിട്ട് ഡിസ്കൗണ്ട് സെയിലൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാവും. നമുക്ക് ആ ഒരു സമയത്ത് ഫീഡിങ് മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് മേടിച്ച് വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ളവരുണ്ടാവും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് റേറ്റിൽ കിട്ടിയാൽ നല്ലതാണല്ലോ. ഇത് പറഞ്ഞതൊരു വെട്ടിക്കാൻ സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയലിൽ വരുന്നതാണ്. നല്ല മഞ്ഞ ഗോൾഡൻ യെല്ലോ കളറാണ്. 2 സൈഡിലേക്ക് ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം മാത്രമാണ് ഫ്ലീറ്റ്സ് കൊടുത്തേക്കണേ കേട്ടോ, സൈഡിലേക്കില്ല. നല്ല രസമുള്ളൊരു കളറാണ്. ഇതെല്ലാം 499 റേഞ്ചാണ് കേട്ടോ. എയർലൈനിലാണ് വരുന്നത്. ഇതെല്ലാം ഫീഡിങ് ആണ്. ഇതും വരുന്നത് ഫീഡിങ് ആണ്. നല്ല രസമുള്ളൊരു റയോൺ മെറ്റീരിയലിൽ ആണ് ഫീഡിങ് ഓപ്ഷനാണ്. ഇതൊന്നും ഫീഡിങ് അല്ലാത്തവർക്കും യൂസ് ചെയ്യാമെന്ന് പറയുന്നത് തൊട്ടും കാണില്ല. ഹിഡൻ സിബ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വരും. ചിലർക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടമുണ്ടാവും, ഫീഡിങ്കാർക്ക് സാധാരണ കാണുമ്പോഴും ഇഷ്ടമുണ്ടാവും. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ വേറൊരു പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത്. ഈ 2 സൈഡിലേക്ക് ഇവിടെ മാത്രമാണ് ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തേക്കുന്നത്. ഇവിടെയും നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ 2 സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. പുറകു സൈഡ് ഫുള്ള് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. ഇനി വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ എല്ലാ കളക്ഷൻസും ഇവിടുത്തെ തന്നെയാണ്. ഇത് കണ്ടോ, ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഹിഡൻ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇതിങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് സൈഡിലേക്ക്. ഇത് അറ്റാച്ച്ഡ് ആണ്, ഊരെടുക്കാനൊന്നും പറ്റില്ല. ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിങ്ങനെ വരും. ഞാൻ ഇതിൻ്റെ ഒരു ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ഒരു ഓവർകോട്ട് പോലെ, ഇപ്പം ഞാൻ ഇട്ടേണ പോലത്തെ ഇതും സിബ് കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആണ്, ഊരി എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇത് ഇടാം. ഇപ്പം ഇതിവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുന്ന അതേ സംഭവം. എൻ്റെയും ഫീഡിങ് ആണ് ഈ ഓപ്ഷൻ, എല്ലാം ഫീഡിങ് ആണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരെണ്ണം ഇട്ട് വന്നു എന്നുള്ളൂ. ആ ഒരു കൈൻഡിൽ ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ, ഉള്ളിൽ ഇന്നർ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തൊക്കെ കിട്ടും. 499 ആണ് റേഞ്ച് വരുന്നത്. നല്ല 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 കളക്ഷൻസാണ്. ഫീഡിങ് ഓപ്ഷൻ അല്ലാത്തവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാണിച്ചതെല്ലാം 499 റേഞ്ചിൻ്റെയാണ് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് ഇതും ഫീഡിങ്ങിൽ വരുന്ന ഓപ്ഷനാണ് കേട്ടോ. ഫീഡിങ് ഓപ്ഷനിൽ വരുന്നതാണ്. ഇത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ലൊരു പാറ്റേൺ ആണ്. നമുക്ക് ഷുഗർ ബീഡ്സ് ആണ് കൊടുത്തതാണ്. പിന്നെ ഒറിജിനൽ മിറേഴ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ സിൽക്കിൽ വരുന്ന ഒരു പ്രീമിയം ഐറ്റം ആണ്. ഇതെങ്ങനെ വരും കേട്ടോ. നല്ലൊരു പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ്. പുറകു സൈഡിലേക്കും ഇങ്ങനെ വരും. നമുക്ക് ഇതേപോലെ ഫ്രണ്ടിൽ ഇവിടെ ഫ്ലീറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കിങ്ങനെ കെട്ടി വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പാകത്തിനാണ് രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരും കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഒരു 3 പാനൽ സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. ഇവിടെ ഇങ്ങനെ പ്രിൻസസ് കട്ട് പോലെ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രൈസ് വരുന്നത് 549 ആണ്. ഇനി കാണിക്കുന്ന കളക്ഷൻസ് 549-ൻ്റെയാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത് കാണിക്കുന്നത് ഇതൊരു കൈൻഡ് ഓഫ് കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ, മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഒരു നീറ്റ് ആൻഡ് പെർഫെക്റ്റ് നല്ല കളറുമാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല സെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐറ്റമാണിത്. നല്ല ഭംഗിയായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. നല്ലൊരു കളറാണ്. ഇത് ഡാർക്ക് മെറൂണും അല്ല കോഫിയും അല്ല, അങ്ങനത്തെ രണ്ടും കൂടി ബ്ലെൻഡായ മാരത്തെ ഒരു കളറാണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകു സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. പ്രൈസ് 549 ആണ്. അടുത്തത് വരുന്നത് ഇത് വെർട്ടിക്കൽ സിൽക്കിൽ വരുന്നതാണ്. കോളർ നെക്കാണ്. നല്ലൊരു ഗ്ലേസി ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പ്രീമിയം ആണ് വെർട്ടിക്കൽ സിൽക്ക് എന്നൊക്കെ പറയുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്. നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂവിൽ ഒരു സിൽവർ ടോണാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 549 ആണ്. 549-ൻ്റെ ഇത്രയും കളക്ഷൻസ് ആണ് ഉള്ളത്. അടുത്തത് 599-ൻ്റെ കളക്ഷൻസ് കാണിക്കാം. അടുത്തത് കാണിക്കുന്നത് 599 റേഞ്ചിൻ്റെ കളക്ഷനാണ്. ഇത് പ്ലസ് സൈസ് ആണ് കേട്ടോ. 3XL-ലും 4XL-ലും ഓരോ പീസസ് ആണുള്ളത്. അന്നത് പ്ലസ് സൈസ് കാറ്റഗറിയിൽ വരുന്നതായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റോമൻ സിൽക്കാണ് കേട്ടോ. ഭയങ്കര പ്രീമിയം ലെവലിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ, നല്ല രസമായിട്ട് കട്ട് ബീഡ്സും അതുമാതിരി തന്നെ ചെറിയ വൈറ്റ് ടോണിൽ വരുന്ന കല്ലൊക്കെ പിടിപ്പിച്ചിട്ടാണ്. ഇത്ര ഹെവി ആൻഡ് റിച്ച് ആണ്. നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ. ഈ മെറ്റീരിയൽ വൈസ് കൊണ്ട് തന്നെ ഇത് പാർട്ടി വെയർ കളക്ഷനാണ്. പിന്നെ ഇതിൻ്റെ വർക്കും അത്രയും ഹെവി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇപ്പോൾ 3XL-ലും 4XL-ലും ഓരോ പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. പുറകു സൈഡിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മെറ്റീരിയൽ അത്ര പ്രീമിയം ആണ്. പ്രൈസ് 599. അടുത്തതും ഒരു ഗോൾഡ്, ഇത് മെറ്റീരിയൽ തന്നെ സെൽഫായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ടച്ചിൽ വരുന്നതാണ്. ഇതും ഒരു പ്രീമിയം ലെവൽ മെറ്റീരിയലാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഇതിൽ വർക്കൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഗ്ലേസി ലുക്കും ഉണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, കണ്ട നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇതിനകത്ത് പിന്നെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതും നമുക്കൊരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആയിരുന്നു. നമുക്ക് പാർട്ടി വെയർ കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ഈ ടോണാണ്, ഒരു മെറൂൺ ടോണാണ് കേട്ടോ. പുറകു സൈഡ് സെയിം ഇതേ മെറ്റീരിയലാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ്
അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല റേറ്റാണ്. അതിൻ്റെ വേറൊരു കളർ കേട്ടോ, ഒരു വയലറ്റ് ഷെയ്ഡ്, അതേ സെയിം സാധനം തന്നെ, ഇങ്ങനെ ഒരു ഗ്ലേസിങ് ഒക്കെ ഒരു ഇതിൽ ലൈനായിട്ടാണ് ആ ഒരു ഗോൾഡൻ്റെ ഇത് പോയേക്കണം. അപ്പോൾ അത് ഓവറോളായിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടും. 2 കളർ ഷെയ്ഡ്സിലും 1-2 പീസസ് സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ജോർജറ്റിൽ, ഇത് വെൽവെറ്റിൻ്റെ പാച്ച് വർക്കാണ് ചെയ്തേക്കണം. വെൽവെറ്റാണ് ഇതിൻ്റെ പാച്ച് വർക്ക്. അതിനകത്തും ഏഷ്യൻ എംബ്രോയ്ഡറി സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതാ വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം ഇത്രയും ഭാഗം യോക്കിൻ്റെ ഒരു ഇത്രയും മാത്രം ചെറിയ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തേക്കണം കേട്ടോ. ഇങ്ങനെ വരും. ബാക്കിൽ എയർലൈൻ പോലെ പ്ലെയിൻ ആയിട്ടുള്ള എയർലൈനാണ്, ഗ്യാദേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രസമുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഇത് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതേ കളക്ഷൻസ് ഈ പാച്ച് വർക്കിൽ വ്യത്യാസം, സീക്വൻസ് വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് സ്ലീവ്ലെസ്സിലും വേറെ പാറ്റേണിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. 599 റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അടുത്ത കളക്ഷൻ അതിൻ്റെ തന്നെ വേറൊരു ടോൺ, വേറൊരു പ്രിൻ്റ്. ഇത് വരുന്നത് സീക്വൻസ് വർക്കും ഗോൾഡൻ്റെ എംബ്രോയ്ഡറി വർക്കുമാണ് പോയിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. ഒരു ബ്ലാക്കിൽ ഈ ഗോൾഡൻ ടോൺ വരുന്നത്. ഇതും യോക്ക് ഏരിയയിൽ ഇത്രയും പോർഷൻ മാത്രം ചെറിയ ഗ്യാദേഴ്സാണ് കൊടുത്തേക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ കേട്ടോ. നല്ല രസമുള്ള ഐറ്റമാണ്. പുറകു സൈഡ് നോർമൽ എയർലൈനിൽ ഗ്യാദേഴ്സ് ഇല്ലാണ്ട് കേട്ടോ. 2ലും ഓരോ പീസസ് ഉള്ളൂ എന്നാണ്, മീഡിയം ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നല്ല കളക്ഷൻസാണ് കേട്ടോ. ഇട്ടാൽ തന്നെ നല്ലൊരു പാർട്ടി വെയർ ലുക്ക് കിട്ടും. അടുത്തത് നേരത്തെ നമ്മളൊരു വൈറ്റ് കോഡ് സെറ്റ് കാണിച്ചില്ല, അതേ സെയിം ലിനൻ മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 3XL സൈസിലേക്ക് വരും. XXL 3XL ആർക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഫുൾ ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ്. അതിൽ ഇതിൻ്റെ കൂടെ ഉള്ളത് പാൻറ്റാണ്. മെറ്റീരിയൽ സൂപ്പറാണ് കേട്ടോ. പാൻറ്റ് 2 സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പാൻറ്റ്, സെയിം ലിനൻ ടോണിൽ. പാൻറ്റ് എന്ന് പറഞ്ഞാൽ പലാസോ പാൻറ്റാണ് കേട്ടോ. കേട്ടോ, പലാസോ ആണ്. ഭയങ്കര കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ XXL 3XL ആർക്ക് ഇത് യൂസ് ചെയ്യാം. ഓവർ സൈസ്ഡ് പോലെ കിടക്കുന്ന ഒരു സ്ട്രക്ചറിൽ വരുന്ന ഐറ്റമാണ്. പ്രീമിയം കളക്ഷനാണ്. ഒരു ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ക്രീം ടോണിലേക്ക് വരുന്ന കളറാണ് കേട്ടോ അത്. ഇതിൻ്റെ ടൈപ്പിൽ മെറ്റീരിയൽ വരുന്ന ഒരു ഷർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു ലൈറ്റ് ബ്ലൂവിൽ. അത് നമ്മൾ 2-3 തവണ റീസ്റ്റോക്ക് ചെയ്തതാണ്. അതെല്ലാ സൈസസും ഉണ്ടായിരുന്നു. ഇത് വലിയ സൈസിലേക്കായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് XXL 3XL യൂസ് ചെയ്ത് നോക്കാം. കിടിലം പ്രൊഡക്റ്റാണ് കോഡ് സെറ്റ് കേട്ടോ. 599 ആണ് വരുന്നത്. ഈ ലിനൻ മെറ്റീരിയലൊന്നും കോഡ് സെറ്റ് റേഞ്ചിൽ കിട്ടുന്നതല്ല, പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ്. ഇതിപ്പോൾ ഒരൊറ്റ പീസ് മാത്രമാവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത്. ഇനി അടുത്ത സെറ്റ് കാണാം. ഇനി 2 പീസും 3 പീസാണ് കാണാനുള്ളത്. അടുത്ത കാണിക്കുന്നത് 2 പീസ് സെറ്റാണ്. ഇത് ഒരു വിക്ടോറിയ സിൽക്ക് എന്ന് പറയും. ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഒരു നെറ്റ്കോട്ട പോലത്തെ മെറ്റീരിയലാണ് അത് വരുന്നത് കേട്ടോ. നെറ്റ്കോട്ട സ്ട്രക്ചറിൽ വരുന്ന ഇച്ചിരി പ്രീമിയം. അതിൻ്റെ ഇത് കണ്ടോ, ഇത് നല്ല സീക്വൻസ് വർക്കും നല്ല ത്രെഡ് വർക്കും ഒരു റെയിൻബോ കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ പാച്ച് വർക്ക് പോകുന്നത്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് സെയിം ഇതേ മെറ്റീരിയലിൽ ഫ്രണ്ട് സൈഡ് ഇതുപോലെ ബാൻഡുമായിട്ടും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ്. ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളതും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു പ്രീമിയം റേഞ്ചിൽ വന്നിരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ഒരു പീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 799 ആണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് തോന്നും 799 നമുക്ക് നോർമൽ വരെ കിട്ടില്ല. പക്ഷെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതൊരു പ്രീമിയം കോൺസെപ്റ്റിലുണ്ടായിരുന്നു. 999 റേഞ്ചിലാണ് വന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഒരൊറ്റ പീസ് മാത്രം ആയതുകൊണ്ട് 799 ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം അടക്കമാണ് പറയുന്നത്. അത്രയും അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഐറ്റം.
അപ്പോൾ നമ്മൾ കോഡ് സെറ്റ് നമ്മളും 599, ഞാൻ ചിക്കൻ കാരി വരെ 599 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ചിനനുസരിച്ചാണ് നമ്മൾ ഇതിടുന്നത്. പിന്നെ ഡിസ്കൗണ്ട് സെയിൽ ഒരു പീസൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു നോർമൽ പ്രൈസിനേക്കാളും ഓഫറിൽ നമുക്ക് കിട്ടിയ പ്രൈസിനേക്കാളും കുറവിലാണ് നമ്മൾ പല ടൈമിലും ഇടുന്നത്. അടുത്ത വരുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇതും അതുപോലെ തന്നെ പ്രീമിയം കോൺസെപ്റ്റിൽ വന്നതാണ്. ഇത് 999 റേഞ്ചാണ് വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് നല്ല സെയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. ഈ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റിന് റേഞ്ച് വരുന്നത്. ഇത് കാരണം അത്രയും നോർമൽ നമ്മുടെ കൈ വെച്ച് ചെയ്യുന്നതൊന്നല്ല. അപ്പോൾ മെഷീനിൽ വെച്ച് ചെയ്യുന്നതും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റിന് റേറ്റ് നിശ്ചയിക്കുന്നത്. അതാണ് നമ്മൾ അന്ന് 999 റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി ഐറ്റമാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകു സൈഡ് ഇങ്ങനെ വരും. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ്. ഈ വർക്ക് ഇച്ചിരി ഹെവിയാണ് സാധനം. നല്ല ഭംഗിയിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് 799. അതിൻ്റെ തന്നെ സെയിം ഐറ്റം വേറൊരു കളർ ടോൺ കേട്ടോ. നിർത്തി കാണിച്ചേക്കാം. ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്കതൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ ഒരു ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വർക്കാണ്. നല്ല ഭംഗിയുള്ള 2 കളർ ഷെയ്ഡാണ്. നോർമൽ നമ്മൾ കൊണ്ടുവരുന്ന നേവി ബ്ലൂ, മെറൂൺ ആ ഒരു കളർ ടോൺ അല്ല, രണ്ടും നല്ലൊരു കളർ ഷെയ്ഡും ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സൈസ് നോക്കി മേടിക്കാം. അടുത്തത് 3 പീസ്. അടുത്തത് പ്യോർ കോട്ടൺ മെറ്റീരിയലിൽ ഇൻഡിഗോ ഷെയ്ഡ് പോലെ വരുന്ന ഒരു ടോപ്പാണ്. വീനെക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീനെക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ് വരുന്നത്. ഇങ്ങനെ വരും ടോപ്പ്. ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെ. ബോട്ടത്തിന് ഒരു നാട പോലെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു യോക്കിൻ്റെ ഈ ഭാഗത്ത് കൊടുത്ത സെയിം പ്രിൻ്റാണ് ബോട്ടത്തിന് വരുന്നത് കേട്ടോ. ഷാൾ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു ഷാളാണ്. ഇതിൻ്റെ ഷാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. ഇടാൻ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. നമുക്കൊരു മൽക്കോട്ടൺ എന്ന് പറയുന്ന പോലത്തെ വരുന്ന ഷാളാണ്. നല്ല നീളവും വീതിയും ഉള്ള ടൈപ്പ് ഷാളാണ് കേട്ടോ. അതിങ്ങനെ വരും. അപ്പോൾ ഇതാണ് 3 പീസ് സെറ്റ്. നമ്മുടെ ഓഫർ പ്രൈസ് 949 ആണ് കേട്ടോ. 949. അതുപോലെ അടുത്തത് വരുന്നത് ഒരു വിചിത്ര സിൽക്കിൽ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്താണ്. നല്ല രസമുള്ളൊരു പീക്കോക്ക് ഗ്രീൻ, ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീൻ കളറാണ്. അതിനകത്ത് ഇതാ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് കേട്ടോ. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. ഇതാണ് ടോപ്പ്. ഇതിൻ്റെ ഷാള് നല്ല രസമുള്ള ഷാളാണ്. ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. ഒരു ഫങ്ഷന് ഞാൻ ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറുമാണ്. നല്ല രസമായിട്ട് 2 സൈഡിലേക്കും സ്കാലപ്പ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്തിരി ഹെവി ആയിട്ടുള്ള വർക്കാണ്. പിന്നെ സ്കാറ്റേർഡായിട്ട് ചെറിയ പൂക്കളുടെ ഡിസൈൻ ഓവറോൾ ഇതിൽ പോകുന്നുണ്ട്. ഈ എഡ്ജിൽ സിമ്പിൾ സ്കാലപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പും ഈ ഷാളും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല റിച്ച് ലുക്ക് തന്നെ കിട്ടും. നല്ല ഹെവി ആയിട്ട് ഇരിക്കും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ ബോട്ടം സാൻഡൂണിൻ്റെ ബോട്ടമാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഒരു പടി പോലെയും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതും 949. അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ചാണിത്. ഒരു പർപ്പിൾ ഷെയ്ഡ്. നല്ല കളറാണ് കേട്ടോ. രണ്ടും നല്ല ഡാർക്കർ ടോണാണ്. ഇതിൻ്റെയും ഷാള് സെയിം പാറ്റേൺ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഒരു സൈഡിലേക്ക് ഹെവി ആയിട്ടും ഒരു സൈഡിലേക്ക് സിമ്പിളായിട്ടുള്ള ഷാളാണ്. ഓവറോൾ ഇതിൽ ആ ഒരു സ്കാറ്റേർഡായിട്ട് ആ ഇത് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് കോംബോ വരുന്നത് കേട്ടോ. സാൻഡോണിൻ്റെ ബോട്ടാണ് വരുന്നത്. ഓക്കെ. പ്രൈസ് 949.
ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഞാൻ ഒരു ഓവറോൾ സ്ട്രക്ചർ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലരിപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ പറയുന്നത്. കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കാനുള്ള തിരക്കുണ്ടാവും. അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഓർഡർ എടുത്തോളം പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവരും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എനിക്കിങ്ങനെ പറയാൻ അത്ര വലിയ ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന സൈസസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതെല്ലാം നമ്മൾ ഈ അടുത്ത് 1-2 മാസങ്ങളിലായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. പിന്നെയും ഞാൻ പറയുന്ന ഡിസ്കൗണ്ട് സെയിൽ പോലെയുള്ള വീഡിയോകൾക്ക് നമുക്ക് റിപ്ലൈ ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന ഓർഡർ അനുസരിച്ച് റിപ്ലൈ തരും. ആരും ഇങ്ങോട്ട് വിളിക്കരുത്, ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ തരും. ഇനി അല്ല, ഒരു 15 മിനിറ്റ് ടൈമിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് മാത്രമേ രണ്ടാമത് പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് അടുത്ത ആൾക്ക് കൊടുത്തു. നമുക്ക് ഇനി അത് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഡിസ്കൗണ്ട് സെയിൽ പോലെയുള്ള പ്രൊഡക്റ്റിൽ പെട്ടെന്ന് തീർന്നു പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതൊരു ക്ലിയറൻസ് സെയിലിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.